ഹായ് ഓൾ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സ്റ്റിച്ചിങ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ചെറിയൊരു വ്ളോഗ് പോലെയായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ഒരു ദിവസത്തെ മാത്രമല്ല, അന്നത്തെയും പിന്നെ വേറെ അടുത്ത ദിവസത്തെയും കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ടോപ്പിൻ്റെ സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള മെറ്റീരിയലുകളൊക്കെയായിരുന്നു. സ്റ്റിച്ച് ചെയ്യാനും അതിൽ വർക്ക് ചെയ്യാനൊക്കെ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരുന്നു കേട്ടോ ഞാൻ ഈ കാണിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് ഒരു ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ കട്ട് ബീഡ്സും കുന്തൻ സ്റ്റോണും വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിത് ഫുൾ ആരി വർക്കൊന്നുമല്ല, നമ്മുടെ സാധാരണ നീഡിൽ വെച്ചിട്ട് തുന്നി കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഫുള്ളായിട്ട് നമ്മളത് തുന്നി കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ നെക്കിലും അതുപോലെ തന്നെ നെക്കിൽ ആ ഒരു ഹെവി ആയിട്ട് വരുന്ന ഭാഗമൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴോട്ടേക്ക് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ. കട്ട് ബീഡ്സ് മാത്രം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. പിന്നെ സ്ലീവിലും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. രണ്ട് സ്ലീവിൻ്റെയും എൻഡ് ഭാഗത്തായിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുൻപ് അതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ ഫുൾ ടൈം ഇരിക്കണമെന്നില്ല, അങ്ങനെയായിട്ടൊരു 4-5 ദിവസത്തിന് മീതെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ചെയ്ത് തീർക്കാനായിട്ട്. ഫുൾ ടൈം ഇരിക്കാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് വീട്ടിലത്തെ ജോലിയും എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അധികം സമയമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാനിതിൻ്റെ എൻഡ് ഭാഗത്ത് അതിൻ്റെ ലൈനിങ് മെറ്റീരിയൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കത് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ എന്ന് വെച്ചിട്ട് ഞാനപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കത് എളുപ്പമായിരിക്കും. ഞാൻ കട്ട് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ വർക്ക് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഇനി അതിൻ്റെ കാണിക്കേണ്ടത് വേറെ ഒന്നല്ല, ആ ഒരു നെക്കിൻ്റെ താഴേക്കായിട്ട് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ, ഇനി അതും കൂടി ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടി നെക്കിനൊക്കെ നമ്മൾ ക്യാൻവാസൊക്കെ കട്ട് ചെയ്ത് നമ്മൾ ലൈനിങ് ക്ലോത്ത് അല്ല, നമ്മൾ കോട്ടൻ്റെ ഒരു സെയിം കളറിലുള്ള മെറ്റീരിയൽ എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ക്യാൻവാസ് ഒട്ടിക്കുമ്പോൾ എപ്പോഴും നമുക്ക് അങ്ങനത്തെ മെറ്റീരിയൽ ആയിരിക്കുമല്ലോ, കോട്ടൻ്റെ മെറ്റീരിയൽ ആയിരിക്കുമല്ലോ നല്ലത്. ഇനി നമുക്കതങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റിച്ചിങ് കഴിഞ്ഞത് മാത്രമല്ല, നമ്മൾ ആ ഒരു ഇതൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞതൊക്കെ നമ്മളത് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കട്ട് ബീഡ്സിൻ്റെ ആ ഒരു വർക്കൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെയാണ് ഫൈനലി വന്നിട്ടുള്ളത്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഒരു ഡെമ്മയിലിട്ടെടുത്തതാണ് കേട്ടോ. ഡെമ്മി ചെറുതാണ്, ഇതൊരു XXL സൈസ് വരുന്നുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ടോപ്പ്. അപ്പോൾ ഇത് സ്ലിറ്റഡ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു കട്ട് ബീഡ്സ് വെറുതെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തപ്പോൾ അവർ അയച്ചു തന്ന പിക്കിൽ അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ ഞാനതുപോലെ ചെയ്തപ്പോൾ അവർക്ക് കണ്ടപ്പോൾ അത് വീതി കൂടുതലാണെന്ന് പറഞ്ഞു കേട്ടോ. കുറച്ച് വീതി കുറയ്ക്കണം എന്ന് പറഞ്ഞു. പിന്നെ അതിൽ കുറച്ച് കട്ട് ബീഡ്സും കൂടി കുറച്ച് തിക്കിലായിട്ട് ചെയ്യണമെന്നും കൂടി പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളതും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വീണ്ടും അഴിച്ച് ചെയ്യേണ്ടി വന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അതിൻ്റെ ആ വീതി കൂടുതലാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒറ്റ നൂലിൽ തന്നെ കോർത്ത് ചെയ്ത് വരുന്നത് കൊണ്ട് നമുക്ക് ഒരു ഭാഗത്തു നിന്ന് അഴിച്ച് ചിലപ്പോൾ മൊത്തത്തിൽ പോരാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അതിനോട് എനിക്ക് മൊത്തത്തിൽ അഴിച്ചിട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുവിധമൊക്കെ അഴിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ ഇട്ടിട്ട് കൊടുത്ത ഭാഗത്തൊക്കെ കുഴപ്പമില്ല, അങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കിയുള്ളതൊക്കെ അഴിച്ചിട്ട് വീണ്ടും ഞാൻ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ഇടയ്ക്ക് പണി കിട്ടണ ടൈമുകളൊക്കെ ഉണ്ടാവും കേട്ടോ. നമുക്ക് ഇരട്ടി പണിയായിട്ട് വരുന്ന സമയങ്ങളും ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സ്ലിറ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. കണ്ടില്ലേ, ഇതേപോലെ സ്ലിറ്റഡ് ആയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റൊക്കെ അവർ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മെറ്റീരിയൽ എടുത്ത് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ മെഷർമെൻറ്റും ആ ഒരു ഡിസൈനൊക്കെ അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന് ക്രേപ്പിൻ്റെ ലൈനിങ്ങാണ് കേട്ടോ കൊടുത്തത്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഒന്നും കൂടി വീതി കുറച്ചിട്ട് ചെയ്തെടുത്തതിൻ്റെ ഒരു ഇതാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് പാക്ക് ചെയ്ത് അത് സെൻഡ് ചെയ്യാനായിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ അത് പാക്ക് ചെയ്തിട്ട് സെൻഡ് ചെയ്യാനായിട്ട് കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേരമൊന്നും വർക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് ഇരിക്കാനുള്ള ടൈമൊന്നും കിട്ടണില്ല. പിന്നെ എന്താ പറയുക, ഉള്ള സമയത്ത് കുറച്ച് നേരത്താണ് കേട്ടോ നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇത് പിറ്റേ ദിവസം നമ്മളിത് പാക്ക് ചെയ്തിട്ട് സെൻഡ് ചെയ്യാനായിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കൊണ്ടുവന്ന് അയക്കാനായിട്ട് ഹസ്ബൻഡ് കൊണ്ടുവന്ന് അയക്കും, അതിനോട് കുഴപ്പമില്ല. അപ്പോൾ അന്ന് അത് ഒരെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നമുക്ക് അയക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുത്തതായിട്ട് ഒരു ഓണം സ്പെഷ്യലായിട്ട് നമുക്ക്
ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ഡിസൈനായിട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ടിഷ്യൂൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ടിഷ്യൂൻ്റെ മെറ്റീരിയലും അതുപോലെ തന്നെ നമുക്ക് അതിലേക്ക് വേണ്ട ലൈനിങ്ങും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് അതൊന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കട്ടിങ്ങിന് വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ മാത്രമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ടിഷ്യൂൻ്റെ മെറ്റീരിയൽ. ടിഷ്യൂൻ്റെ ആ ഒരു കസവൊന്നും നമ്മൾ യൂസ് ചെയ്യണില്ല കേട്ടോ, അതൊക്കെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അതിനുശേഷം അത് മടക്കി വെച്ചതിൻ്റെ ഭംഗിയാണ് കേട്ടോ, ചുളിവുണ്ട് നന്നായിട്ട്. പിന്നെ ലൈനിങ് എടുത്തിട്ടുണ്ടായിരുന്നു, വെള്ള കോട്ടൻ്റെ ലൈനിങ്ങാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അജ്രക്കിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 5 ഇഞ്ച് വിഡ്ത്തിലും 28-30 ലെങ്ത്ത് വരുന്ന വിധത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. 5 ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ലെങ്ത്തിൽ ഞാൻ അജ്രക്കിൻ്റെ 2 പീസുകൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് കട്ട് ചെയ്യണ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, കട്ട് ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് വേറെ ഒന്നിനല്ല, നമുക്കൊരു മോഡലൊന്ന് ചെയ്യണം എന്നുള്ളൊരു ഇതിലാണ്. നമുക്ക് ഓണൊക്കെ ആയിട്ട് നമ്മുടെ അടുത്തു നിന്നുള്ള മോഡൽസൊക്കെ ചെയ്ത് വയ്ക്കണമെങ്കിൽ നല്ലതാണല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു മോഡൽ ചെയ്യാണ്. കൂടുതൽ പേര് നമുക്കിങ്ങനെ മോഡൽസ് അയച്ചു തന്നിട്ട് ഇതേപോലെ ചെയ്ത് തരുമെന്നൊക്കെ ചോദിക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ അടുത്തു നിന്നുള്ളതും ചിലർ ചോദിക്കാറുണ്ട് കേട്ടോ, നമ്മുടെ അടുത്തു നിന്ന് അങ്ങോട്ട് അയച്ചു കൊടുക്കുകയും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊരു എയർലൈനായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്, എയർലൈൻ ഫ്രോക്കാണ്. അപ്പോൾ ഇതൊരു 1 ഇയർ ഒക്കെ വരുന്ന വിധത്തിലുള്ള കുട്ടികൾക്കൊക്കെ പാകാവുന്ന വിധത്തിലാണ് കേട്ടോ ഈ ഒരു ഫ്രോക്ക് കട്ട് ചെയ്തിട്ടുള്ളത്. ഒരു 18 ഇഞ്ചൊക്കെ ലെങ്ത്ത് വരുന്ന വിധത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈനിങ്ങിൽ ഞാൻ നെക്കൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു വി നെക്ക്, ബാക്കിലേക്ക് കുറച്ചിങ്ങനെ ഇറങ്ങി നിൽക്കുന്ന വീനെക്കും ഫ്രണ്ടിലേക്ക് കയറി നിൽക്കുന്ന അങ്ങനെയായിട്ടുള്ള ഒരു വീനെക്കാണ് കേട്ടോ ഞാൻ കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടും ബാക്കും വീനെക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ പറയണില്ല അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളതും അതിലെന്തൊക്കെ വരുന്നുണ്ട് എന്നുള്ളതൊന്നും ഞാൻ പറയണില്ല. അടുത്ത വീഡിയോയിൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രത്തോളമാണ് കേട്ടോ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ദിവസം ഇതേപോലെ അന്നത്തെ കാര്യങ്ങളായിട്ട് വരണം എന്നാണ് വിചാരിക്കുന്നത്. നമുക്കിപ്പോൾ കുറച്ച് നാളത്തേക്കായിട്ട് ഇത് മേക്കിംഗ് വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റണില്ല. ഹെയർ ആക്സസറീസിൻ്റെ ആണെങ്കിലും ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ആണെങ്കിലും മേക്കിംഗ് വീഡിയോസ് ഒന്നും എടുക്കാനായിട്ടുള്ള സമയം കിട്ടണില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെയൊക്കെ സ്റ്റിച്ചിങ് വീഡിയോ ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ വെച്ച് എടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം കൊണ്ട് അതും ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം കേട്ടോ. ഓക്കെ, ബൈ.